വടികൊടുത്ത് അടി വാങ്ങിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ, അതും ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന്. ബി.ജെ.പി എം.എൽ.എ ബി.വി. ഗോപകുമാറിന്റെ കയ്യിൽ നിന്ന് നല്ല ചുട്ട മറുപടിയും പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന തരത്തിലുള്ള വാക്കുകളും ബി.വി. ഗോപകുമാർ ഇന്ന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതും തിരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു മണ്ഡലമായ ചാത്തന്നൂർ. ആ മണ്ഡലത്തിൽ നിന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി.വി. ഗോപകുമാർ വിജയിച്ചു വരണമെങ്കിൽ പിണറായിയൊക്കെ ബി.വി. ഗോപകുമാറിന്റെ മുന്നിൽ വെറും നിസ്സാരമാണ്. ബി.ജെ.പിയെ വരെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി.വി. ഗോപകുമാർ താമര വിരിച്ചത്. ഇന്ന് പിണറായി വിജയന് കണക്കിന് കൊടുക്കുകയും ചെയ്തു. അതായത് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിലെ ചർച്ചയ്ക്കിടെ ബി.ജെ.പി എം.എൽ.എക്ക് സംസാരിക്കാൻ അനുമതി സ്പീക്കർ നൽകിയതിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. കാരണം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ രാജൻ വാക്കൌട്ട് പ്രസംഗം നടത്തിയതിന് പിന്നാലെ ബി.ജെ.പി അംഗം ബി.വി. ഗോപകുമാർ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റു. ഇതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ടു. അടിയന്തര പ്രമേയത്തിൽ താങ്കൾ ഒപ്പിട്ടിട്ടില്ല, എന്നാൽ പറയാനുള്ളത് വളരെ പരിമിതമായി ചുരുക്കി പറയാം എന്ന് സ്പീക്കർ ഒരു അനുവാദം കൊടുത്തു പറയാനായിട്ട്. അതോടെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മോദിയെ വിമർശിച്ചതിന് ബി.ജെ.പി എം.എൽ.എ നല്ല ഇടിവെട്ട് മറുപടി നൽകിയത്. ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ടാണ് പിണറായി മോദിക്കെതിരെ വിമർശനം നടത്തിയത്. ഇന്ത്യ നേരത്തെ റഷ്യയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയിരുന്നു. അമേരിക്കയ്ക്കും ട്രംപിനും ഇഷ്ടമല്ല എന്നതുകൊണ്ട് അത് നിർത്തിവെച്ചു. 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്ന റഷ്യയിലെ എണ്ണയ്ക്ക്, അതായത് റഷ്യയിൽ നിന്ന് 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ മോദി എണ്ണ വാങ്ങിച്ചിരുന്നു. US താല്പര്യത്തിന് വേണ്ടി ട്രംപ് കൽപ്പിച്ചപ്പോൾ NDA സർക്കാർ കീഴടങ്ങി തുടങ്ങിയ വിമർശനങ്ങളാണ് പിണറായി വിജയൻ ഉന്നയിച്ചത്. എന്നാൽ മോദി ആർക്കു മുന്നിലും തല കുനിക്കില്ലെന്ന് പറഞ്ഞ ബി.ജെ.പി എം.എൽ.എ പിണറായി വിജയന് EDയെ പേടിയാണെന്നും തിരിച്ചടിച്ചു. അതുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പിണറായി വിജയൻ CPM പ്രവർത്തകരെയൊക്കെ ഇറക്കിയത് എന്നാണ് ഗോപകുമാർ പറഞ്ഞത്. EDയെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയല്ല മോദി. ട്രംപ് അല്ല ലോകത്തിലെ ഏത് നേതാവിന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ഗോപകുമാർ പറഞ്ഞു. ഇതോടെ LDF എം.എൽ.എമാർ ബഹളം വെച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതോടെ രോഷാകുലരായ LDF എം.എൽ.എമാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് ബി.വി. ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാര മനസ്കതയാണ് ഇവിടെ പ്രകടനമായതെന്നാണ് തോന്നുന്നത്. എന്നാൽ സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാര മനസ്കത വേണ്ടേയെന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ പിണറായിയോട് തിരിച്ചു ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാര മനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. ബി.ജെ.പി എം.എൽ.എ ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി അത് നിർത്തിവെപ്പിച്ച് തന്റെ പാരമ്പര്യം അനുവദിക്കുന്നില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്. എന്തായാലും കൃത്യമായ പക്വതയുള്ള ഒരു നിലപാട് സ്പീക്കർ എടുത്തു. കൂടാതെ പിണറായി വിജയന് കിട്ടേണ്ടത് കണക്കിന് ബി.ജെ.പിയോട് ചോദിച്ചു വാങ്ങുകയും ചെയ്തു. കാരണം നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞാൽ നിയമസഭയിൽ വെച്ച് കുറ്റം പറയുമ്പോൾ അതിനെ തിരിച്ചു പറയാൻ ആരും ഇത്രയും കാലം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. തിരുമൂർത്തികളായ 3 പേർ, അതായത് 300 പേരുടെ കരുത്തുള്ള ആ 3 നേതാക്കൾ, മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ബി.വി. ഗോപകുമാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പിണറായി എന്തൊക്കെ പറഞ്ഞാലും പിണറായിയുടെ കൂടെയുള്ള CPM-ലെ എം.എൽ.എമാർ പിണറായിയെ പേടിച്ച് ഒതുങ്ങി നിൽക്കുന്നത് പോലെ ബി.ജെ.പിയിലെ 3 പേരും ഒതുങ്ങി നിൽക്കില്ല. അവർ തരേണ്ടത് സ്പോട്ടിൽ തന്നെ അപ്പോൾ തന്നെ തരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.